കടന്നുപോയ 124 വർഷങ്ങളിലൂടെ നാം നേടിയ പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഹൃദയവിശാലതയുടെയും വാതായനങ്ങൾ തുറന്ന് പുതിയൊരു നാളെയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ നിൻ സന്നിധിവരാൻ ഞാൻ കാരണം നീ എത്ര വട്ടം ദുഃഖിതനായി. വിശ്വാസ ജനതയെ നയിക്കുവാനായി ഇറങ്ങിത്തിരിച്ച മർത്തോമ സഭയുടെ 11 മെത്രാന്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. ബലവാൻ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നാം ഇന്ന് അപകടകരമായിരിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോഴും ഇന്നും സുബോധമില്ലാതെ ജീവിക്കുന്നവർക്കുള്ളതാണ് ഈ സുവാർത്ത എന്ന് പറയുന്നത്. ദ ഗോസ്പൽ, സുവിശേഷം. യേശു ക്രിസ്തു ആകുന്നു ആ സുവിശേഷം. ആ സുവിശേഷത്തിൽ നാം കാണുന്നത് ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്ന് അനുകൂലതയാണെന്ന് വിചാരിക്കരുത്. എല്ലാം മറന്ന് ക്ഷമിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള അധാർമികതയ്ക്കെതിരെയുള്ള പോരാട്ടവേദിയാണിത്. വചനത്തിൻ്റെ വീണ്ടെടുപ്പും രക്ഷാകര ജീവിതത്തിൻ്റെ ഉറപ്പും പകരുന്ന വേദിയാണിത്. നിരന്തരമായ പ്രാർത്ഥനയാൽ രൂപപ്പെടുന്ന ആവരണത്തിൽ ദൈവാശ്രയത്തോടും ജാഗ്രതയോടും ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്ന ഇടമാണിത്. പിതാക്കളുടെ ദൈവം അവരുടെ ദൈവമെന്ന് സാക്ഷിപ്പാൻ തക്കവണ്ണം സഭയെ നെഞ്ചിലേറ്റി അതാതിടങ്ങളിൽ ആരാധനാ സമൂഹങ്ങളുണ്ടായി. ഇന്ന് ഒരുപക്ഷെ ഭാരതത്തിന് വെളിയിലുള്ള മാർത്തോമാ സഭയുടെ ആരംഭമെല്ലാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുടക്കങ്ങളായിരുന്നു. അത്രമാത്രം വെളിച്ചം അവർക്ക് ലഭിച്ചതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ സാധ്യമായി തീർന്നത്. വീണ്ടും ഈ ശതാധിപനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, യേശുവിനെക്കുറിച്ചുള്ള തൻ്റെ മനോഭാവം. യേശു ആരാണ്? ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശുവിലുള്ള വിശ്വാസം. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിലാണ്. നമ്മുടെ മനോഭാവങ്ങളിലാണ് നമ്മുടെ വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. അവരിനോടുള്ള നമ്മുടെ മനോഭാവം, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മനോഭാവം, നമുക്ക് നമ്മെക്കുറിച്ചുള്ള മനോഭാവം. യേശു ആരാണ്? യേശുവിനെക്കുറിച്ചുള്ള മനോഭാവം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്സ്. മനോഭാവങ്ങളിലാണ് വിശ്വാസം എന്നത്. ബർശേബ മരുഭൂമിയിലെത്തിയപ്പോൾ തന്നോട് കൂടെയുള്ളവരെ അവിടെ നിർത്തി, ബാല്യക്കാരെ അവിടെ നിർത്തി. അതിനുശേഷം അവൻ ഒരു ദിവസത്തെ വഴി ആ മരുഭൂമിയിലൂടെ നടന്നു. ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചു, ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്, ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആങ്സ്. ആ രീതിയിൽ നോക്കുമ്പോൾ ടു ഗെയിൻ ക്രൈസ്റ്റ്, അത് നമുക്ക് ഒരു ആർട്ടായിട്ട് നമുക്ക് കാണണം. അത് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. ലിവിങ് മെനി തിങ്സ്. ഓൺലി ബൈ ലിവിങ് വി ക്യാൻ ക്ലിയർലി ക്ലീവ് ടു ക്രൈസ്റ്റ്. ഇത് നമുക്ക് സാധിക്കും. സോ വി ഹാവ് ടു ലീവ് ദ വേൾഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ക്ലീവ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിനെ നേടാനായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടുന്ന കാര്യം പൗലോസ് പറയുന്നത്, വി നീഡ് എ റാഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി സാധാരണക്കാരായ ആളുകളോട് കർത്താവായ യേശു ക്രിസ്തു ഇടപെട്ട കാര്യങ്ങൾ വിവരിക്കുന്നതായുള്ളൊരു സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. ഇവിടെ
പരീശനായുള്ള ശിമോൻ്റെ ഭവനത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുകയും കർത്താവ് ആ ഭവനത്തിലായിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടെ ഉണ്ടായിരുന്ന പാപിനിയായിട്ടുള്ളൊരു സ്ത്രീയെ ആ ഭവനത്തിൽ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം. ഈ വേദഭാഗത്തിലൂടെയും ഇതര വേദഭാഗങ്ങളിലൂടെയും സുവിശേഷ കർത്താവ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പക്കൽ പാപമോചനമുണ്ട് എന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ സുവിശേഷമായി നൽകപ്പെട്ടിരിക്കുമ്പോൾ യേശുവിൽ സുവിശേഷത്തെ ദർശിപ്പാൻ, കേൾക്കുവാൻ, സ്വീകരിക്കുവാൻ, യേശുവിലാകുവാൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇടയാവേണ്ടത് ആവശ്യമാണ് എന്നത് ഈ സുവിശേഷം ആവർത്തിച്ച് നമ്മോട് പറയുന്നു. പാത സേവനത്തിനായി മാറ്റിവെച്ചു. പൂനെയിലെ മുക്തി മിഷൻ സ്ഥാപിച്ചതിലൂടെ വൈധവ്യം മൂലം വിഷമിതരായ സ്ത്രീകൾക്ക് ആശാകേന്ദ്രമായി മാറി. പക്ഷേ ഓരോ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളായിട്ട് ഇവരെ നാം കാണുന്നുണ്ട്. എൻ്റെ സ്നേഹത്തിൽ വസിച്ച് ഫലകരമായ ജീവിതത്തിലൂടെ ഈ ഭയത്തെ ദൂരീകരിക്കുക, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക. നാം അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ എത്ര ആളുകൾ ഈ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് Satan is the spiritual manifestation of the dehumanizing forces. Personification of the dehumanizing forces. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നതായുള്ള എല്ലാ കാര്യങ്ങളുടെയും ആത്മീയവൽക്കരണമാണ് സാത്താന്യ ശക്തി എന്ന് പറയുന്നത്. കർത്താവിന് നേരിട്ട പരീക്ഷകൾ അത് വളരെ വ്യക്തമായത്. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നതായുള്ള എല്ലാവിധമായുള്ള കാര്യങ്ങളുടെയും ആത്മീയവൽക്കരണം, അതിനോടുള്ള പ്രതിബദ്ധത, ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ, പ്രകൃതിയോടുള്ള ബന്ധത്തിൽ ദൈവികമായുള്ള ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകുവാനായിട്ടുള്ള നിയോഗമാണ് കർത്താവ് ഈ സംഭവങ്ങളിലൂടെ അതിനോട് ചേർത്തുള്ള വചന ചിന്തകളിലൂടെയും നമുക്ക് നൽകുന്നത്. അർത്ഥസത്യങ്ങളുടെ ഒരു കാലം, പകുതി സത്യം പറയും, ശരിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. അത് നുണയേക്കാൾ വലുതാണ് ഈ അർത്ഥസത്യങ്ങളുടെ കാലം. വാട്സപ്പ് എന്ന മീഡിയയിൽ കൂടെ അറിഞ്ഞും അറിയാതെയും ഉള്ള അപരാധങ്ങളും തെറ്റുകളും ക്രോഡീകരിച്ചും കുറിപ്പിച്ചും ഇത് വിടുന്നത് പോലെ പലരിലേക്ക് വ്യാപിപ്പിച്ച് ഈ സമൂഹത്തെ ആകെ നഷ്ടബോധ്യമുള്ളവരാക്കി തീർക്കുന്നു. സത്യം, ധർമ്മം, നീതി ഇതൊക്കെ എവിടെ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. ധർമ്മത്തിന് ക്ഷയമുണ്ടാകുമോ? ധർമ്മം ക്ഷയിക്കുമോ? ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, പ്രാർത്ഥന, ഉപവാസം ഇത് കൊണ്ട് മാത്രമേ ഈ സാത്താന്യ ശക്തിയെ അതിജീവിപ്പാനായിട്ട് വിശ്വാസികൾക്ക് കഴിയത്തുള്ളൂ. പ്രാർത്ഥന കുറയും തോറും ദുർമാർഗത്തിന് ശക്തി വർദ്ധിച്ചു വരുന്നു. പ്രാർത്ഥന, ഉപവാസം നമുക്കിവരെ സ്നേഹത്താൽ നേടണം. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലും ജീവിതത്തിലും ക്രിസ്ത്യാനികൾ ഉറ്റിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള അപകടത്തിൽ സഞ്ചരിക്കുന്നവരെ, സമൂഹത്തെ നേർവഴിക്ക് കാണിക്കുവാൻ നമുക്ക് കഴിയണം. മനുഷ്യന് ചുക്കാൻ പിടിക്കുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃനിര 125ാമത് കൺവെൻഷനാണ്. അത് ശതോത്തര രജത ജൂബിലിയായി കൊണ്ടാടുവാൻ സംഘം അതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഘമായി അറിയപ്പെടുന്നു. മാരാമൺ കൺവെൻഷൻ അതിൻ്റെ ശതോത്തര രജത ജൂബിലിയിലേക്ക് പ്രവേശിക്കും. മാരാമൺ കൺവെൻഷൻ അതിൻ്റെ ശതോത്തര രജത ജൂബിലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം 125ാമത് വർഷമാണ്. ഈ 125 വർഷങ്ങളായിട്ട് വാസ്തവത്തിൽ സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ സുവിശേഷത്തിൻ്റെ കാലികമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയും സമൂഹവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ആ വചന പ്രഘോഷണത്തിനായിട്ട് ഇനിയും അനേകം വർഷങ്ങൾ ഇത് സാധ്യതമാകട്ടെ. അതിന് ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി മാസം 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നടക്കുകയാകുന്നുവല്ലോ. പ്രഗത്ഭരായ പ്രാസംഗികർ വന്ന് അതിശ്രേഷ്ഠമായ വചനങ്ങൾ പ്രഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ ആകുന്നുവല്ലോ മാരാമൺ കൺവെൻഷൻ. 101 ഗായകർ അടങ്ങുന്ന ഗായക സംഘം. അനുദിനമെന്നെ പരിപാലിച്ചവൻ തണലേകിടുന്നു, യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. പ്രിയനൊരുവനുണ്ടെനിക്ക്, അനുദിനമെന്നെ പരിപാലിച്ചവൻ തണലേകിടുന്നു, യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. മാരാമൺ കൺവെൻഷന്റെ മണൽപ്പുറത്തെത്തുന്ന വിശ്വാസ സമൂഹം. ഇവരാണ് ഈ മാരാമൺ മഹായോഗത്തിന്റെ കരുത്ത്. സുവിശേഷ പ്രചാരണത്തിനുള്ള തീഷ്ണത. പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ പ്രത്യാശയോടെ ഉറച്ചുനിന്ന് ധീരമായി മുന്നോട്ട് പോകുന്നതിനുള്ള കഴിവ്, സാധുക്കളോടുള്ള കരുതൽ എന്നിവ ഒത്തിണങ്ങിയ മർത്തോമ സഭയുടെ മാരാമൺ കൺവെൻഷൻ ശതോത്തര രജത ജൂബിലിയുടെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. 2020 മാരാമൺ കൺവെൻഷൻ 1.25 നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. ശതോത്തര രജത ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സർവശക്തനായ ദൈവം പരിപാലിച്ച വഴികളെ ഓർത്ത് സ്തോത്രാർപ്പണം ചെയ്യാം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ അഭിയുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത മാരാമൺ കൺവെൻഷന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും അതിനായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നതാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാം. ആകയാൽ ഇപ്പോൾ ഈ പുതിയ സംരംഭങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് ഈ ലോഗോ പ്രകാശനം ചെയ്തുകൊള്ളു. എല്ലാവർക്കും കൈയടിക്കാം.